ഓക്കെ, അപ്പോൾ നമ്മൾ ചാപ്റ്റർ 10 ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചാപ്റ്റർ 11 to 15 ആണ് കേട്ടോ. ഇതിലൊക്കെ കുറേയൊക്കെ ഓൾമോസ്റ്റ് റിപ്പീറ്റേഷൻ വരുന്നത് മൊത്തം ഒഴിവാക്കിയിട്ടുണ്ട് ഞാൻ. നിങ്ങൾക്കിതിൽ ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം എന്ന് വെച്ച് എല്ലാ പോർഷനും ഒഴിവാക്കിയില്ല. നിങ്ങൾക്ക് റിപ്പീറ്റേഷൻ വരുന്നത് മാത്രം ഒഴിവാക്കിയുള്ളൂ കേട്ടോ. ബാക്കി അതുപോലെ ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ Aristotle provides further clarification on the components of complex plot in tragedy, elaborating the crucial elements of reversal of situation, recognition and the scene of suffering. ഇതിൽ ഇയാൾ പറഞ്ഞത് വെച്ചാൽ ഈ ചാപ്റ്റർ നമ്പർ 11 പറഞ്ഞത് കാര്യമായിട്ട് പറഞ്ഞത് പെരിപ്പെറ്റിയ, അനക്നോറിസിസ്, ദെൻ ആൻഡ് ഓൾസോ പാത്തോസ്, സഫറിംഗ് എന്ന് പറയുന്ന ആ ഒരു സാധനം ഇതിൽ ഈ പോർഷൻ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. റിവേഴ്സൽ ഓഫ് ദി സിറ്റുവേഷൻ പെരിപ്പെറ്റിയ ഓൾറെഡി പഠിച്ച സാധനമാണ്. ദിസ് ഇസ് ചേഞ്ച് ഇൻ ഫോർച്യൂൺ ദാറ്റ് ലീഡ്സ് ടു എ ഡ്രമാറ്റിക് ഷിഫ്റ്റ് ഇൻ ദ പ്ലോട്ട്. അല്ലേ, ഒരാളുടെ ഒരു ക്യാരക്ടർ, ഒരു ഹീറോയുടെ ഡൗൺഫോൾ, അതായത് ചേഞ്ച് ഇൻ ഫോർച്യൂൺ. അതായത് ഒന്നുകിൽ നല്ല മനുഷ്യനായിരിക്കാം, അല്ലെങ്കിൽ നല്ല വെൽത്തുള്ള മനുഷ്യനായിരിക്കാം, അയാൾ പെട്ടെന്ന് അയാളെ വെൽത്തിൽ നഷ്ടപ്പെട്ടുള്ളൊരു ദരിദ്രവാസി അല്ലെങ്കിൽ എന്തൊക്കെ ആവുന്നു. അങ്ങനെയാണ് ചേഞ്ച് ഇൻ ഫോർച്യൂൺ എന്ന് പറഞ്ഞത് കേട്ടോ. ദിസ് ആക്ഷൻ ടേൺസ് ടു ഇറ്റ്സ് ഓപ്പോസിറ്റ് ബട്ട് ഇറ്റ്സ് മസ്റ്റ് സ്റ്റിൽ ഫോളോ ദ റൂൾസ് ഓഫ് പ്രോബിലിറ്റി ഓർ നെസസിറ്റി. ഇത് നമുക്കറിയാം, ഒരു ആക്ഷൻസിൻ്റെ ഒരു പ്ലോട്ടിൻ്റെ ഒരു ചേഞ്ച് വരുന്ന സാധനമാണ്. ബട്ട് ഇറ്റ് ഷുഡ് ബി ഫോളോ ദി റൂൾസ് ഓഫ് പ്രോബിലിറ്റി, നെസസിറ്റി. ആ ഒരു റൂൾ ഫോളോ ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ നമ്മൾ ഈ ഒരു സംഭവം കൊടുക്കാൻ നമ്മൾ പറയുന്നത്. ആര്? അരിസ്റ്റോട്ടിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. എക്സാമ്പിൾസ് ഓഫ് ഫ്രം ഈഡിപ്പസ് എന്നാണ് എക്സാമ്പിൾ ഇയാൾ പറയുന്നത്. ദ മെസ്സഞ്ചർ അറൈവ്സ് ടു റിയഷ്യൂർ ഈഡിപ്പസ് അബൌട്ട് ഹിസ് മദർ. അല്ലേ, മെസ്സഞ്ചർ വരുന്നുണ്ട്, നിങ്ങളുടെ അമ്മയെ വിവാഹം കഴിക്കുന്നു പറയുന്നുണ്ട്. അപ്പോൾ ഇവൻ പറയുന്നുണ്ട് എന്ത്, അമ്മയെ വിവാഹം കഴിക്കുന്നില്ല, കാരണം എൻ്റെ അമ്മ ഓടി മരിച്ചു പോയിട്ടില്ലോ എന്ന് പറയുന്നുണ്ട്. ആര്? നമ്മുടെ ഈഡിപ്പസ്. intending to free him from his fears but by revealing his true identity. കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇയാളുടെ ട്രൂ ഐഡൻറ്റിറ്റി തിരിച്ചറിയുന്നില്ലേ. സോ ദാറ്റ്സ് എ ചേഞ്ച് ഇൻ ഫോർച്യൂൺ. അല്ലേ, ആ സമയത്ത് ഇയാൾ ആശ്വസിച്ചിരിക്കുന്നു, എൻ്റെ അമ്മയെ വിവാഹം കഴിച്ചിട്ടില്ല, കാരണം ബിക്കോസ് മൈ മദർ ഈസ് ഓൾറെഡി ഡെഡ്. ബട്ട് ആഫ്റ്റർ സം ടൈം ഹി റെക്കഗ്നൈസ് ദാറ്റ് തൻ്റെ വിവാഹം കഴിച്ച് തൻ്റെ അമ്മ വിശ്വസിക്കുന്ന ആളാരാണ്, തൻ്റെ ദത്തെടുത്ത് വളർത്തിയ അമ്മയാണെന്ന് തിരിച്ചറിയേണ്ടത്. ഈഡിപ്പസ് തിരിച്ചറിയേണ്ടത്. അല്ലേ, അങ്ങനെയുള്ള സംഭവമാണ്. സോ ഈഡിപ്പസ് ഡിസ്കവേഴ്സ് ദാറ്റ് ഹി ഹാസ് ഫുൾഫിൽഡ് ദ പ്രൊഫസി. സോ ദാറ്റ്സ് ദ മീനിങ് ഓഫ് പെരിപ്പെറ്റിയ. ദെൻ റെക്കഗ്നിഷൻ ഓർ അനഗ്നോറിസിസ്. Recognition is the shift from ignorance to knowledge, where a character discovers something crucial about themselves, their circumstances, to others, often leading to emotional consequences such as love or hate. അതായത് അയാളെക്കുറിച്ചുള്ള എന്തെങ്കിലും സംഭവം അയാളെ തിരിച്ചറിയുന്നതാണ് വിളിക്കുന്നത് നമ്മൾ അനഗ്നോറിസ് എന്ന് വിളിക്കുന്നത്. അല്ലേ, എക്സാമ്പിൾ ഫ്രം ഈഡിപ്പസ്. ഈഡിപ്പസ് റെക്കഗ്നൈസസ് ദ ട്രൂത്ത് അബൌട്ട് ഹിസ് ഓൺ ഐഡൻറ്റിറ്റി ആൻഡ് ഹിസ് ആക്ഷൻസ് ലീഡിങ് ടു ദ ട്രാജിക് റെവലേഷൻ ഓഫ് ഹിസ് ഫേറ്റ്. ഈഡിപ്പസ് എന്താ അറിയുകയാണ്? ഈഡിപ്പസ് തൻ്റെ ഐഡൻറ്റിറ്റിയെക്കുറിച്ച് ഈഡിപ്പസ് അറിയുന്ന സമയത്ത് ഇറ്റ് ലീഡ്സ് ടു ഹിസ് ട്രാജിക് ഡൗൺഫോൾ. അല്ലേ, ദെൻ ടൈപ്സ് ഓഫ് റെക്കഗ്നിഷൻസ് പറയുന്നത്. റെക്കഗ്നിഷൻ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു സംഭവം കൊണ്ട് നമ്മളെ ഐഡൻറ്റിറ്റി നമ്മളെ തിരിച്ചറിയുന്ന സാധനം എന്ത്? റെക്കഗ്നിഷൻ അല്ലെങ്കിൽ അനഗ്നോറിസിസ് എന്ന് പറയുന്ന ആ ഒരു ടേം. സോ ഹി സേസ് ദാറ്റ് ടൈപ്സ് ഓഫ് റെക്കഗ്നിഷൻസ് പറയുന്നുണ്ട്. അല്ലേ, എങ്ങനെയൊക്കെ ആയിരിക്കണം ഈ റെക്കഗ്നിഷൻ നമ്മുടെ ട്രാജഡിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അരിസ്റ്റോട്ടിൽ. കോയിൻസിഡൻസ് ഓഫ് റെക്കഗ്നിഷൻ. എന്ത് ചെയ്യണം? ബോത്ത് ക്യാരക്ടേഴ്സ് ഇൻവോൾവ്ഡ് റെക്കഗ്നൈസ് ഈച്ച് അതർ സൈമൾട്ടേനിയസ്ലി ആസ് ഇൻ ദ കേസ് ഓഫ് ഈഡിപ്പസ്. ഈഡിപ്പസ് എന്താണ്, രണ്ടുപേരും, അതായത് ജൊക്കാസ്റ്റ എന്ന് പറയുന്നത് തൻ്റെ അമ്മയും അറിയുന്നുണ്ട്, ആൻഡ് ഓൾസോ സെയിം ടൈം ഈഡിപ്പസും അറിയുന്നുണ്ട്. ജൊക്കാസ്റ്റ ഹാങ് ചെയ്യുകയാണ്, ആൻഡ് ഈഡിപ്പസ് കണ്ണ് ബ്ലൈൻഡ് ചെയ്തിട്ട് നടക്കണം. സോ കോൺസിഡൻസ് ഓഫ് റെക്കഗ്നിഷൻ എന്ന് പറയുന്നത് എന്താണ്? ബോത്ത് ക്യാരക്ടേഴ്സ് ഇൻവോൾവ്ഡ് റെക്കഗ്നൈസ് ഈച്ച് അതർ സൈമൾട്ടേനിയസ്ലി ആസ് ഇൻ ദ കേസ് ഓഫ് ഈഡിപ്പസ്. ദെൻ asymmetric recognition. What is asymmetric recognition? Asymmetric recognition എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ one character recognize the other but the reverse recognition is needed to complete the emotional impact. അതായത് ഒരാൾ മറ്റൊരാൾ തിരിച്ചറിയും. ഫോർ എക്സാമ്പിൾ, ഒരു ബ്രദറും ഒരു സിസ്റ്ററും ഉണ്ട്. they don't know that was his brother or sister. രണ്ടൊക്കെ അറിയില്ല, രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും സിബ്ലിങ്സ് അവർക്ക് അറിയില്ല. ബട്ട് one character recognizes the other. ഒരു ക്യാരക്ടർ മറ്റേ ക്യാരക്ടർ റെക്കഗ്നൈസ് ചെയ്തു അറ്റ് ദ സെയിം ടൈം, ബട്ട് ദ റിവേഴ്സ് റെക്കഗ്നിഷൻ ഈസ് നീഡഡ് ടു കംപ്ലീറ്റ് ദ ഇമോഷണൽ ഇമ്പാക്റ്റ്. പക്ഷേ മറ്റേ ആൾ എന്ത് ചെയ്യണം? ഇങ്ങോട്ടും തിരിച്ചറിഞ്ഞാൽ മാത്രം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ ഒരു ഇമോഷണൽ ഇമ്പാക്റ്റ് ഫുൾഫിൽ ചെയ്യുമെന്ന് പറയാൻ കഴിയുള്ളൂ. അത് പറയുന്നത് അരിസ്റ്റോട്ടിൽ പറയുന്നത്. ഫോർ ഇൻസ്റ്റൻസ്, ഇഫിജീനിയ ആൻഡ് ഒറസ്റ്റസ്. ഇഫിജീനിയയും ഒറസ്റ്റസും നമുക്കറിയാം. ഇഫിജീനിയ റെക്കഗ്നൈസ് ഒറസ്റ്റസ് വയ ലെറ്റർ. അല്ലേ, ലെറ്ററിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? ഇഫിജീനിയ ഒറസ്റ്റസിനെ അറിയുന്നത്. ബട്ട് അനദർ ആക്ട് റെക്കഗ്നിഷൻ ഈസ് റിക്വയർഡ് ഫോർ ഒറസ്റ്റസ് ടു റെക്കഗ്നൈസർ. പക്ഷേ ഒറസ്റ്റസിന് എന്തിൻ്റെ ഒരു അടുത്തൊരു ഇതിലൂടെ ഇഫിജീനിയ ആരാണെന്ന് മനസ്സിലാക്കുന്ന ഒരു സിസ്റ്റം വരുന്നുണ്ട്. സോ ദാറ്റ് ഈസ് ദ മീനിങ് ഓഫ് അസിമെട്രിക് റെക്കഗ്നിഷൻ. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് റെക്കഗ്നൈസ് ചെയ്യണം. അതാണ് അസിമെട്രിക് റെക്കഗ്നിഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ നെക്സ്റ്റ് വൺ, സീൻ ഓഫ് സഫറിങ്. പാത്തോസ് എന്ന് പറയുന്നൊരു ടേമാണ് അതിന് അരിസ്റ്റോട്ടിൽ യൂസ് ചെയ്യുന്നത്. സീൻ ഓഫ് സഫറിങ് എന്ന് പറഞ്ഞാൽ പാത്തോസ് എന്ന് പറഞ്ഞ ടേമാണ് ആര് യൂസ് ചെയ്യുന്നത്? അരിസ്റ്റോട്ടിൽ ഈ സാധനത്തിന് വേണ്ടി യൂസ് ചെയ്യുന്നത്.
This part of the plot involves painful or destructive events that intensify the tragic nature of action. ഇത് പറഞ്ഞ എന്താണ്? ദിസ് പാർട്ട് ഓഫ് ദി പ്ലോട്ട് ഇൻവോൾവ്സ് പെയിൻഫുൾ ആയിരിക്കും, ഭയങ്കര പെയിൻഫുൾ ആയിരിക്കും, അല്ലെങ്കിൽ ഡിസ്ട്രക്റ്റീവ് ഇവൻറ്റ്സ്, ഭയങ്കര ഡിസ്ട്രക്ഷൻസ് ഉണ്ടാക്കുന്ന ഇവൻറ്റ്സ് ആയിരിക്കും നമ്മൾ ട്രാജഡിയിൽ ഉൾപ്പെടുത്തുക. ദ ട്രാജിക് നേച്ചർ ഓഫ് ദ ആക്ഷൻ, ദീസ് ക്യാൻ ഇൻക്ലൂഡ് ഡെത്ത് ആൻഡ് ഫിസിക്കൽ അഗോണി, വൂൺസ്, പെട്ടെന്ന് മരിക്കുന്നു, അല്ലെങ്കിൽ ഫിസിക്കൽ അഗോണി ഉണ്ടാകുന്നു, അല്ലെങ്കിൽ വൂൺസ്, ഒരുപാട് മുറിവുകളൊക്കെ ഉണ്ടാകുന്നു. സോ ഇറ്റ് ക്യാൻ ലീഡ്സ് ടു വാട്ട്? പിറ്റി ആൻഡ് ഫിയർ. The scene of suffering is essential in invoking the appropriate emotional responses of pity and fear from the audience, as it directly connects to the consequences of reversal and recognition. ഇത് വേണം, അതായത് ഈ പാത്തോസ് അല്ലെങ്കിൽ സീൻ ഓഫ് സഫറിങ് വേണമെന്ന് പറയുന്നത് ആര്? അരിസ്റ്റോട്ടിൽ, ടു മേക്ക് പിറ്റി ആൻഡ് ഫിയർ അമംഗ് ദി ഓഡിയൻസ്. സോ അത്രയേ ഉള്ളൂ ചാപ്റ്റർ നമ്പർ 11 പറയുന്ന ആ ഒരു പോയിന്റുകൾ ഓർത്തു വെക്കാം. He identifies the two types of recognition in the chapter number 11. What is the two types of recognitions? Asymmetric recognition and also coincidence recognition. കേട്ടോ, ഇത് മറന്നു പോരുത്, കളിൽ പറഞ്ഞു താങ്കളാ. then chapter number 12 എന്താ പറയുന്നത്? ചാപ്റ്റർ നമ്പർ 12 പറയുന്നത് വെച്ചാൽ അരിസ്റ്റോട്ടിൽ ഔട്ട്ലൈൻസ് സ്ട്രക്ചറൽ കോമ്പണൻസ് ഓഫ് എ ട്രാജഡി. ഇനി കുറച്ച് സ്ട്രക്ചറൽ കോമ്പണൻസ് വേണം ട്രാജഡിക്ക് എന്ന് പറയുന്നുണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ചാപ്റ്റർ നമ്പർ 12, കാരണം പ്രൊലോഗ്, പ്രൊസോഡി, ഒരുപാട് കോമോയ്, ഇതൊക്കെ വരുന്ന ഒരു സെക്ഷനാണ് എന്ത് നമ്മുടെ ചാപ്റ്റർ നമ്പർ 12. അരിസ്റ്റോട്ടിൽ ഔട്ട്ലൈൻസ് സ്ട്രക്ചറൽ കോമ്പണൻസ് ഓഫ് എ ട്രാജഡി വിച്ച് ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു ക്വാണ്ടിറ്റേറ്റീവ് പാർട്സ് ആൻഡ് സെപ്പറേറ്റ് ആക്ഷൻസ് സെക്ഷൻസ്. വാട്ട്സ് പ്രൊലോഗ്? പ്രൊലോഗ് എന്താണ്? വാട്ട്സ് പ്രൊലോഗ്? Prologue means the prologue is the introductory part of a tragedy that occurs before the first appearance of the chorus. അതായത് കോറസിൻ്റെ, അതായത് നമ്മൾ ട്രാജഡി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ്, ഹൗ ദ ട്രാജഡി സ്റ്റാർട്ട്സ് വെൻ ദ അപ്പിയറൻസ് ഓഫ് കോറസ്, അല്ലേ? കോറസിന് മുമ്പ് വരുന്ന ഒരു സെക്ഷനാണ് എന്ത് പ്രൊലോഗ് എന്ന് പറയുന്നത് കേട്ടോ. ഇറ്റ് സെറ്റ്സ് എ സ്റ്റേജ് ഓഫ് ഫോർ ദ പ്ലോട്ട്. ആ നമ്മൾ പ്ലോട്ടിന് വേണ്ടി സ്റ്റേജ് ഒക്കെ സെറ്റ് ചെയ്യുന്നു. ഓഫൻ പ്രൊവൈഡിങ് ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ ആൻഡ് ഇൻട്രൊഡ്യൂസിങ് ദ സെൻട്രൽ തീം ഓർ കോൺഫ്ലിക്റ്റ്. നമ്മൾ സെൻട്രൽ തീമും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു ഇവിടെ പ്രസൻറ്റ് ചെയ്യുകയാണ് കോറസിന് മുമ്പ്. Purpose എന്താണ്? ഇറ്റ് പ്രിപ്പയർസ് ദ ഓഡിയൻസ് ഫോർ ദ സ്റ്റോറി ആൻഡ് മേ ഓഫർ എക്സ്പോസിഷൻ ദാറ്റ് ഈസ് എസെൻഷ്യൽ ടു അണ്ടർസ്റ്റാൻഡ് ദ ആക്ഷൻസ് ദാറ്റ് ഫോളോസ്, അല്ലേ? അത് അത്യാവശ്യം, കാരണം എന്ത് ചെയ്യണം? ഓഡിയൻസിന് മനസ്സിലാവണം എന്താ ഇവിടെ സ്റ്റേജ് നടക്കാൻ പോകുന്നൊരു ഐഡിയ ഓഡിയൻസിന് മനസ്സിലാവണം. ദാറ്റ്സ് വൈ ഇറ്റ് ദ പ്രൊലോഗ് നീഡഡ്. ഓക്കെ, ദ നെക്സ്റ്റ് വൺ, എപ്പിസോഡ്. വാട്ട്സ് എപ്പിസോഡ്? ദ എപ്പിസോഡ് ഈസ് ആക്ഷൻ സെക്ഷൻ ദാറ്റ് ഒക്കേഴ്സ് ബിറ്റ്വീൻ കോറിക് സോങ്. അതായത് കോറിക് സോങ്, കോറസിൻ്റെ ആ സെക്ഷൻ തുടങ്ങി കഴിഞ്ഞ ശേഷം ഇടയിൽ വരുന്ന സംഭവം എന്ത്? കോറിക് സോങ്. സോ എപ്പിസോഡ്. ഈച്ച് എപ്പിസോഡ് കണ്ടെയ്ൻസ് ഡയലോഗ്സ് ആൻഡ് ആക്ഷൻ. ഓരോ എപ്പിസോഡും എന്തുണ്ടാവും? ഡയലോഗ്സും ആക്ഷൻസൊക്കെ ഉണ്ടാവും. ദാറ്റ് ഈസ് എ പ്ലോട്ട് തന്നെ, വേറെ പ്രത്യേകിച്ച് പറയാനില്ല, പ്ലോട്ട് തന്നെയാണത്. മൂവിങ് എ പ്ലോട്ട് ഫോർവേഡ്, അതായത് പ്ലോട്ടിനെ മുന്നോട്ട് നയിക്കാനുള്ള ആക്ഷൻസും അതുപോലെ ഡയലോഗ്സൊക്കെ വരുന്ന ഒരു സെക്ഷനാണ് എന്ത്? എപ്പിസോഡ് എന്ന് പറയുന്ന ആ ഒരു സാധനം. Purpose it typically features dramatic interactions between the characters, advancing the narrative and developing the themes. Episodes usually alternate with the choric song. Okay. The next one, exode. What is exode? Exode is a final part of the tragedy which takes place after the last of choric song. എന്താണ് കോറിക് സോങ്ങിൻ്റെ അവസാനം വരുന്ന സാധനം? എന്ത്? നമ്മളെ എക്സോഡ് എന്ന് പറയുന്ന ഈ ഒരു സംഭവം, അല്ലേ? ഇറ്റ് ഓഫൻ ഇൻവോൾവ്സ് ദ റെസൊല്യൂഷൻ ഓഫ് ദി പ്ലോട്ട് ആൻഡ് ദ ക്ലോസിങ് ആക്ഷൻസ് ഓഫ് സ്പീച്ചസ്, അല്ലേ? റെസൊല്യൂഷൻ, ആ ഒരു എൻഡ്, ക്ലൈമാക്സ് എത്തി നമുക്ക്, അല്ലേ? ഈ ക്ലൈമാക്സ് നടക്കുന്ന സംഭവം കുറിച്ച് പറയുന്നത് എന്ത്? നമ്മൾ എക്സോഡ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു? പ്രൊലോഗ്, എപ്പിസോഡ്, എക്സോഡ്. ഇനി ഒന്നും കൂടെ പഠിക്കാനുണ്ട്, കോറിക് സോങ് ആൻഡ് കോമോയ്. അത് അടുത്ത സ്ലൈഡിൽ വരും കേട്ടോ. ദെൻ വാട്ട് ഈസ് എക്സോഡ്? നമ്മൾ പറഞ്ഞു എക്സോഡ് ഇസ് ദ ഫൈനൽ പാർട്ട് ഓഫ് ദി ട്രാജഡി വിച്ച് ടേക്ക് പ്ലേസ് ആഫ്റ്റർ ദ ലാസ്റ്റ് കോറിക് സോങ്. ലാസ്റ്റ് കോറിക് സോങ് കഴിഞ്ഞ ശേഷം വരുന്നത് എക്സോഡ് എന്ന് പറയുന്ന സാധനം. ഇറ്റ് ഓഫൻ ഇൻവോൾവ്സ് ദ റെസൊല്യൂഷൻ ഓഫ് ദി പ്ലോട്ട് ആൻഡ് ദ ക്ലോസിംഗ് ആക്ഷൻസ് ഓഫ് സ്പീച്ചസ്. Purpose, it provides a conclusion of the story, can include the catastrophe of the final or the final often tragic outcomes of the characters' actions. ഇത് പറയുന്നത് വെച്ചാൽ ഇതിലൂടെ നമ്മൾ എക്സോഡ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇറ്റ് ഇൻക്ലൂഡ് ദ കറ്റാസ്ട്രോഫി ഓഫ് ദ ഫൈനൽ ഓർ ദ ഫൈനൽ. അതായത് വാട്ട് ഇസ് കറ്റാസ്ട്രോഫി? ദ ഫൈനൽ ഔട്ട്കം, അല്ലേ? ആ ഫൈനൽ ഔട്ട്കം, വാട്ട് ഈസ് ദ ഫൈനൽ ഔട്ട്കം ഓഫ് ദ ട്രാജഡി? എന്താണ് ആ ക്യാരക്ടറിന് അവസാനം സംഭവിച്ചതെന്ന് പറയുന്ന ഒരു സെക്ഷനാണ് എന്ത്? എക്സോഡ് എന്ന് പറയുന്ന ഈ സെക്ഷൻ കൊണ്ട് അരിസ്റ്റോട്ടിൽ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ, കോറിക് സോങ്. ഈ കോറിക് സോങ്ങിൽ തന്നെ രണ്ട് സാധനം വരുന്നുണ്ട്, പെരോഡ് ആൻഡ് സ്റ്റാസിമോഡ്. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ടേംസ് ഒക്കെ ഓർത്ത് വെച്ചതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ ഇപ്പം ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസസ് ഏരിയാസ് എന്തൊക്കെ? കോറിക് സോങ് എന്നാൽ വാട്ട്സ് കോറിക് സോങ്? ദ കോറിക് സോങ് ഈസ് എ സെക്ഷൻ സങ് ഓർ റിസൈറ്റഡ് ബൈ ദ കോറസ് ആൻഡ് ഇറ്റ് ഈസ് എൻ എസെൻഷ്യൽ പാർട്ട് ഓഫ് ദി ട്രാജിക് ഫോം. അതായത് കോറസ് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു അതിൽ വരുന്ന കോറസ് പാടുന്ന, ആ കോറസ് റിസൈറ്റ് ചെയ്യുന്ന ഒരു സെക്ഷനാണ് എന്ത്? കോറിക് സോങ് എന്ന് പറയുന്നത്, അല്ലേ?
ദ കോറിക് പാർട്ട് ഈസ് ഡിവൈഡ് ടു ടു മെയിൻ കോമ്പണൻസ്. കോറിക് സോങ് എന്തിട്ടുണ്ട്? രണ്ട് മെയിൻ പാർട്ടിലായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഇസ് പരോഡ്. ദ പരോഡ് ഈസ് ദ ഫസ്റ്റ് അൺഡിവൈഡഡ് അട്ടറൻസ് ഓഫ് ദി കോറസ്. അതായത് പരോഡ് എന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് ഒരു അട്ടർ ചെയ്യുന്ന ഫസ്റ്റ് ഒരു തുടങ്ങുന്ന ആ ഒരു സെക്ഷൻ ഉണ്ടല്ലോ, ദാറ്റ് ഈസ് കോൾഡ് പരോഡ്. ഇറ്റ് യൂഷ്വലി ഹാപ്പൻസ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദി പ്ലേ. ഇതൊക്കെ ക്വസ്റ്റ്യൻ്റെ വരെ മറന്നു പോകേണ്ട. പരോഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് സ്റ്റാർട്ടിങ് ഓർ ദ കോറിക് സോങ് ബൈ കോറസ് അറ്റ് എ സ്റ്റാർട്ടിങ് ഓഫ് എ പ്ലേ. ഒരു പ്ലേ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്ന എന്താണ് കോറിക് സോങ് ആണ് എന്ത്? പരോഡ്. ബിഫോർ ദിസ് ആക്ഷൻ സ്റ്റാർട്ട്സ് ഇൻട്രൊഡ്യൂസസ് തീംസ് ഓർ കമൻറ്റ്സ് ഓൺ ദി സെറ്റിംഗ് ആൻഡ് മൂഡ്. ദെൻ വാട്ട് സ്റ്റാസിമോൺ? സ്റ്റാസിമോൺ ഈസ് എ കോറിക് കോഡ് ദാറ്റ് ഒക്കേഴ്സ് ആഫ്റ്റർ ഈച്ച് എപ്പിസോഡ്. ഓരോ എപ്പിസോഡ് കഴിയുമ്പോഴും ഓൾറെഡി ഡിസ്കസ് ഓരോ എപ്പിസോഡ് ആ പ്ലോട്ടിനെ പ്ലോട്ടിനെ മൂവ് ചെയ്യുന്ന സാധനം എപ്പിസോഡ് അല്ലേ. ഓരോ എപ്പിസോഡിന് ശേഷവും ഇവരെന്ത് ചെയ്യും? ഒരു സ്റ്റാസിമോൺ എന്ന് പറയുന്ന സാധനമുണ്ട്. ഇറ്റ് ഈസ് ഓൾസോ ഡൺ ബൈ ഹൂം? കോറസ് ആണ് ഇത് ചെയ്യുന്നത് കേട്ടോ. ഇൻ വിച്ച് ദ കോറസ് റിഫ്ലക്ട്സ് ഓൺ ദ ഇവൻറ്റ്സ് ആൻഡ് തീംസ്. Unlike the parrot, Stasimon does not employ the anapes or trochaic tetrameters used in the other part of the play. പക്ഷേ കോറിക് സോങ് ബട്ട് ഇൻ parrot they use anapes meter or trochaic tetrameters for the chorus presentation. But in the Stasimon they don't use these meters for their choric song. അതാണ് അതിലൊരു ഡിഫറൻസ് വരുന്നത് കേട്ടോ. Then what's Komoi? The Komoi is a joint lamentation shared between the chorus and the actors. അതായത് എല്ലാം കഴിഞ്ഞ ശേഷം യൂഷ്വലി occurring during moments of intense grief or sorrow. ആരെങ്കിലും മരിക്കുക അല്ലെങ്കിൽ ഭയങ്കര ഇൻറ്റൻസ് ഗ്രീഫായിട്ടുള്ളൊരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് ആക്ടേഴ്സും കോറസും കൂടി ഒരുമിച്ച് ലാമെൻ്റ് ചെയ്യുന്ന ആ ഒരു സീനാണ് കൊമോയ് എന്ന് പറയുന്നത്. The Komoi is a joint lamentation shared between the chorus and the actors, usually occurring during moments of intense grief or sorrow. ഓക്കെ, അതാണ് ചാപ്റ്റർ നമ്പർ 12 പറഞ്ഞു പോകുന്ന പോയിന്റ്സുകൾ. ദെൻ ചാപ്റ്റർ നമ്പർ 13. എന്താണ് ചാപ്റ്റർ നമ്പർ 13? ഇൻ ദിസ് സെക്ഷൻ അരിസ്റ്റോട്ടിൽ കണ്ടിന്യൂസ് ഹിസ് അനാലിസിസ് ഓഫ് ദ കൺസ്ട്രക്ഷൻ ഓഫ് പെർഫെക്റ്റ് ട്രാജഡി. ഹൗ വി കൻ കൺസ്ട്രക്ട് എ പെർഫെക്റ്റ് ട്രാജഡി ദാറ്റ് ഹി ഡിസ്കസ്ഡ് ഇൻ ദിസ് സെക്ഷൻ, elaborating on what a poet should aim at and what should be avoided in a crafting a plot. ഒരു പോയിറ്റ് ഒരു പ്ലോട്ട് ഉണ്ടാകുന്ന സമയത്ത് ആൾ എന്താണ് അവോയ്ഡ് ചെയ്യേണ്ടത്, അയാൾ എന്താ ഉൾപ്പെടുത്തേണ്ടത് പറയുന്നത് അരിസ്റ്റോട്ടിൽ ഈ ഒരു പോർഷനിലൂടെ. വാട്ട് ഷുഡ് ബി അവോയ്ഡ്? ഫസ്റ്റ് പറഞ്ഞതാണ് എന്താണ് ഒരു പോയിറ്റ് അവോയ്ഡ് ചെയ്യേണ്ടത്. ദ വിച്ചസ് മാൻസ് ഡൗൺഫോൾ ഫ്രം പ്രോസ്പെരിറ്റി ടു അഡ്വേഴ്സിറ്റി. അതായത് ഒരു നല്ല മനുഷ്യൻ പെട്ടെന്ന് ഒരു ഡൗൺഫോൾ, അയാൾക്ക് പെട്ടെന്ന് എന്ത് വരുന്നു, ഒരു ബുദ്ധിമുട്ട് വന്ന ഒരാൾ താഴേക്ക് പോകുന്നു, അതൊരിക്കലും ചെയ്യാൻ പാടില്ല. ഫ്രം പ്രോസ്പെരിറ്റി ടു അഡ്വേഴ്സിറ്റി ആണ് അയാൾ പറയുന്ന ഒരു ടേമാണ് കേട്ടോ, ഫ്രം പ്രോസ്പെരിറ്റി ടു അഡ്വേഴ്സിറ്റി. എ ട്രാജഡി ദാറ്റ് പ്രസൻറ്റ് എ വിച്ചസ് ക്യാരക്ടർ ഫോളിങ് ഫ്രം പ്രോസ്പെരിറ്റി ടു അഡ്വേഴ്സിറ്റി ഡസ് നോട്ട് ഇവോക്ക് പിറ്റി ഓർ ഫിയർ. അതൊന്നുണ്ടാക്കില്ല, ആ ഒരു പിറ്റിയോ അല്ലെങ്കിൽ ഫിയറോ നമുക്ക് ഉണ്ടാക്കില്ല. വൈ? ഇറ്റ് മേ ഷോക്ക് ദ ഓഡിയൻസ്. ഒരു ഓഡിയൻസിന് ഷോക്കേ ഉണ്ടാകും. കാരണം നല്ല രീതിയിൽ നടന്നു പോയിരുന്ന ഒരു ക്യാരക്ടർ പെട്ടെന്ന് ഡൗൺഫോളിലേക്ക് വരുമ്പോൾ ഇറ്റ് വിൽ മേക്ക് എ ഷോക്ക് ടു ദി ഓഡിയൻസ്. ബട്ട് ഇറ്റ് ഫെയിൽസ് ടു റെസണേറ്റ് ആൻ ഇമോഷണൽ ലെവൽ ആസ് ഇറ്റ് ഡസ് നോട്ട് ഇൻവോൾവ് എനി മോറൽ കോംപ്ലക്സിറ്റി. ഒരു മോറൽ കോംപ്ലക്സിറ്റി ഒന്നും ഈ ഒരു ഇവൻ്റ് കൊണ്ട് ഉണ്ടാക്കാൻ കഴിയില്ല. സോ ദാറ്റ് ഷുഡ് ബി അവോയ്ഡഡ് ഇൻ ദ പ്ലോട്ട് ബൈ എ പോയറ്റ്. ദ നെക്സ്റ്റ് വൺ, ദ ബാഡ് മാൻസ് റേസ്. അല്ലേ, ഒരു ഭയങ്കര ഒരു വൃത്തികെട്ട മനുഷ്യന് പെട്ടെന്ന് അയാൾ നന്നാവുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് അയാൾ ഒരു റേസ് വരുന്ന ആൾ ജീവിതത്തിൽ. സോ ഇറ്റ് ഈസ് ഓൾസോ അവോയ്ഡഡ്. ബട്ട് എ ബാഡ് പേഴ്സൺ റൈസിങ് ഫ്രം അഡ്വേഴ്സിറ്റി ടു പ്രോസ്പെരിറ്റി ഓൾസോ ഡസൻ ഫീഡ് ദ ഡെഫിനിഷൻ ഓഫ് ട്രാജഡി. ഫ്രം പ്രോസ്പെരിറ്റി ടു അഡ്വേഴ്സിറ്റി ആണെങ്കിൽ എന്തായിരുന്നു, മറ്റേതാണ്. ഫ്രം അഡ്വേഴ്സിറ്റി പ്രോസ്പെരിറ്റി ആണെങ്കിൽ തന്നെ ദ ബാഡ് മാൻസ് റേസ് ആണ് കേട്ടോ, മറന്നു പോയത്. ദിസ് കൈൻഡ് ഓഫ് പ്ലോട്ട് ലാക്സ് എ ട്രാജിക് ക്വാളിറ്റി ബിക്കോസ് ഇറ്റ്സ് നെയ്തർ എലിസിറ്റ്സ് പിറ്റി നോട്ട് ഫിയർ. ഇതെന്താ പിറ്റിയും ഫിയറും ഒന്നും ഈ സാധനം ഉണ്ടാക്കുന്ന ആര് പറയുന്നത്, അരിസ്റ്റോട്ടിൽ പറയുന്നത്. ദ ഓഡിയൻസ് ഫീൽ നോ സിമ്പതി ഫോർ എ ബാഡ് ക്യാരക്ടർ. ഈ ബാഡ് ക്യാരക്ടർ ഒന്നും ഉണ്ടാവില്ല, ഓഡിയൻസിന് സിമ്പതിയോ ഒന്നും ഉണ്ടാവില്ല. സോ ആൻഡ് ദ മോറൽ സെൻസ് ഇസിൻറ്റ് എൻഗേജ്ഡ് ബൈ ദ റിവേഴ്സൽ ഓഫ് ഫോർച്യൂൺസ് ഇൻ സച്ച് മാനർ സച്ച് എ സ്റ്റോറി ഈസ് മോർ സ്യൂട്ടഡ് ടു കോമഡി. ഇത് ആർക്ക് പറ്റും? കോമഡിക്കാണ് ഈ സാധനം പറ്റുക. ഇറ്റ്സ് നോട്ട് ഫോർ ട്രാജഡി. സോ ഒരു പോയിന്റും കൂടെ കിട്ടി. ക്ലിയർ അല്ലേ? where characters might end up in better circumstances regardless of their moral standing. Next one, the utter villain's downfall. ഒരു ഭയങ്കര വില്ലനായിരിക്കും, അയാൾ പെട്ടെന്ന് അങ്ങ് അയാൾ ഡൗൺഫോൾ ചെയ്യുന്നു. സിമിലർലി ദ ഡൗൺഫോൾ ഓഫ് വില്ലൻ വുഡ് സാറ്റിസ്ഫൈ ദ മോറൽ സെൻസ് ആസ് ഇറ്റ് സെർവ് ജസ്റ്റിസ്. ഹൗവർ ഇറ്റ് ഫെയിൽസ് ടു ക്രിയേറ്റ് പിറ്റി ഓർ ഫെയർ. നമുക്ക് എന്ത് ചെയ്യാം? ഡൗൺഫോൾ ഓഫ് വില്ലൻ വുഡ് സാറ്റിസ്ഫൈ ദ മോറൽ സെൻസ്. നമ്മൾ മോറൽ ഭാഗം നോക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ സാറ്റിസ്ഫൈ. ബട്ട് ഹൗവർ ഇറ്റ് ഫെയിൽസ് ടു ക്രിയേറ്റ് പിറ്റി ഓർ ഫിയർ. ഇതൊന്നുണ്ടാക്കില്ല, പിറ്റിയും ഫിയറും ഉണ്ടാക്കുന്നതാണ് പറഞ്ഞത് നമ്മുടെ അരിസ്റ്റോട്ടിൽ പറയുന്നത്. Which are the central emotions that tragedy should provoke, since pity comes from the undeserved misfortune and fear from the misfortune that could happen to any of us. ഈ പിറ്റി എന്ന സാധനം എവിടെ നിന്നാണ് വരേണ്ടത്? പക്ഷേ ഒരിക്കലും അത് ഡിസേർവ് സാധനം ആവാൻ പാടില്ല. നമ്മൾ ഈഡിപ്പസിൽ കാണുകയാണെങ്കിൽ ഈഡിപ്പസ്
ഒരിക്കലും ഡിസേർവ് ചെയ്ത സാധനം അല്ല അത്. ബിക്കോസ് ഹീ കിൽ ഹിസ് ഓൺ ഫാദർ ബൈ മിസ്റ്റേക്ക്, ഒരു മിസ്റ്റേക്കിലൂടെയാണ് അയാൾ ഫാദറിനെ കൊല്ലുന്നത്. ആൻഡ് ഹീ മാരിഡ് ഹിസ് മദർ ദാറ്റ് ഓൾസോ ബൈ മിസ്റ്റേക്ക്. ഹി ഡോണ്ട് നോ ദാറ്റ് ജൊക്കാസ്റ്റ ഹിസ് മദർ, അതാണെന്ന് അറിയില്ലല്ലോ. സോ ദാറ്റ് ഈസ് ദ പിറ്റി. അതായത് അൺഡിസേർവ്ഡ് ആണ്, ബിക്കോസ് ഹി ഡോണ്ട് ട്രൈ ടു ഡിസേർവ് ദാറ്റ് വാട്ട് ആക്ഷൻസ്, ദാറ്റ് ട്രാജിക് ഇവൻറ്റ്സ്. ദാറ്റ് ഈസ് ദ മീനിങ് ഓഫ് പിറ്റി. ആൻഡ് ഫിയർ മീൻസ് ഫ്രം മിസ്ഫോർച്യൂൺ ദാറ്റ് കുഡ് ഹാപ്പൻ ടു എനി ഓഫ് അസ്. നമുക്കും സംഭവിക്കുന്ന ഒരു ഫിയറും വരണം. സോ ദാറ്റ് ഈസ് ദ മെയിൻ aim of a tragedy. Then chapter number 14. What the poet should aim at. Chapter number 13 നമ്മൾ എന്താ പറഞ്ഞത്? What a poet should avoid അല്ലേ? എന്താണ് poet avoid ആണ് നമ്മൾ chapter number 13 പറഞ്ഞത്. And now we are going to discuss chapter number 14. What a poet should aim at. എന്താണ് poet aim ചെയ്യേണ്ടത്? A tragic hero must be neither entirely virtuous nor wholly corrupt. ഒരിക്കലും എന്ത് ചെയ്ത് ഭയങ്കര വിർച്വസ് ആയിട്ടോ അല്ലെങ്കിൽ ഭയങ്കര കറപ്റ്റഡ് ആയ ആവരുത് എന്ത് നമ്മുടെ ക്യാരക്ടർ, നമ്മുടെ ഹീറോ. ദ ഐഡിയൽ ക്യാരക്ടർ ഫോർ ട്രാജഡി ഈസ് വൺ ഹു ഹൈലി റെനൗൺഡ് ആൻഡ് പ്രോസ്പെറസ് എറ്റ് ദോസ് ഡൗൺഫോൾ ഈസ് കോസ്ഡ് ബൈ ആൻ എറർ ഓഫ് ഫ്രെയിലിറ്റി. ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഹൈലി റെനൗൺഡ് ആയ ആൻഡ് പ്രോസ്പെറസ് ആയ ആളാണ് ദ ട്രാജിക് ഹീറോ. ആൻഡ് എറ്റ് ഹൂസ് ഡൗൺഫോൾ ഈസ് കോസ്ഡ് ബൈ ആൻ എറർ ഓഫ് ഫ്രെയിലിറ്റി. ഒരു എറർ ഓഫ് ജഡ്ജ്മെൻറ്റോ അല്ലെങ്കിൽ എന്തൊരു ഫ്രെയിലിറ്റി കൊണ്ടോ ആവണം ഇയാളുടെ എന്ത് ട്രാജിക് ഫ്ലോ വരേണ്ടത്. Not by vice or depravity, this character falls due to a tragic flaw or hamertia, such as hubris, pride or mistaken decision. ഈ അമേഴ്ഷ്യയിലൂടെയാണ് ഇയാൾ എന്ത് ചെയ്യേണ്ടത്, ഈ ട്രാജിക് ഫ്ലോ വരേണ്ടത്. വാട്ട്സ് അമേഴ്ഷ്യ? എറർ ഓഫ് ജഡ്ജ്മെൻറ്റ് അല്ലേ? നമ്മൾ ഒരാളെ ജഡ്ജ് ചെയ്യാനുള്ളൊരു എറർ കൊണ്ടാണ് എന്ത് ചെയ്യേണ്ടത്. അപ്പോൾ കിങ് ലയർ നമുക്കറിയാം, ആ ഒരു കിങ് തൻ്റെ എല്ലാ മക്കളെയും ഒരേപോലെ കണ്ടിട്ടില്ല. കൊടേലി ആയിരുന്നു കുറച്ചുകൂടി നല്ല, കുറച്ചുകൂടി ഓണസ്റ്റി ആയ മോള്. പക്ഷേ അവളെന്ത് ചെയ്തു, ഇയാൾ തള്ളുകയാണ് ചെയ്യുന്നത്. സോ ദർ വിൽ ബി എ എറർ ഓഫ് ജഡ്ജ്മെൻറ്റ്. സോ ദാറ്റ് ഷുഡ് ബി ഹാപ്പൻഡ് ഇൻ എ ട്രാജഡി. അല്ലാണ്ട് ഇയാളുടെ സ്വഭാവം കൊണ്ട് മാത്രം അവരെന്ത് ചെയ്യുന്നത് ഒരു ട്രാജിക് ഇവൻറ്റ് നടക്കാൻ പാടില്ല. സോ ഇറ്റ് ഷുഡ് ദ ക്യാരക്ടർ ഫോൾസ് ഡ്യൂ ടു എ ട്രാജിക് ഫ്ലോ ഓർ ഹമേഴ്ഷ്യ സച്ച് ആസ് ഹ്യൂബ്രിഡ്സ്, പ്രൈഡ് ഓർ മിസ്റ്റേക്കൻ ഡിസിഷൻ. തൻ്റെ ഡിസിഷനിലൊന്നും മിസ്റ്റേക്ക് കൊണ്ടായിരിക്കണം എന്ത് ചെയ്യേണ്ടത് ഇയാൾക്കൊരു ട്രാജഡി വരേണ്ടതെന്നാണ് പറഞ്ഞത് അരിസ്റ്റോട്ടിൽ പറയുന്നത്. Okay, the example of Oedipus is often used as his downfall results from ignorance and tragic mistakes, not inherent evil. Then the distinction between simple and complex plot പറയുന്നുണ്ട് അടുത്തത്. ഓൾറെഡി ഡിസ്കസ് സാധനം സിമ്പിൾ കോംപ്ലക്സ് പ്ലോട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മൾ പറയാൻ മാത്രം കേട്ടോ. Tragedies with a simple plot without reversal or recognitions tends to be less effective in producing the tragic emotional experience. ഓൾറെഡി പറഞ്ഞില്ലേ, ഒറ്റ പ്ലോട്ടായിരിക്കും, ഒറ്റ സിംഗിൾ പ്ലോട്ടായിരിക്കും, എന്തുണ്ടാവില്ല, സിമ്പിൾ പ്ലോട്ടായിരിക്കും. ഇറ്റ് കാൺട്ട് വാട്ട് വിത്തൗട്ട് റിവേഴ്സൽ ഓർ റെക്കഗ്നിഷൻ. അതിനോടെ ഒന്നും പെരിപ്പറ്റിയ ഓർ അക്നോളജ്മെൻറ്റ് ഇവിടെ വരില്ല. ദ ബെസ്റ്റ് ട്രാജഡീസ് ആർ ദോസ് വിത്ത് കോംപ്ലക്സ് പ്ലോട്ട്. അതും ഇയാൾ പറഞ്ഞു കേട്ടോ. ദ ബെസ്റ്റ് ട്രാജഡീസ് വിത്ത് കോംപ്ലക്സ് പ്ലോട്ടിന് എന്ത് ചെയ്ത് നല്ല ട്രാജഡീസ് ഉണ്ടാകാൻ പറ്റുമെന്ന് പറയുന്നത് ആരെ അരിസ്റ്റോട്ടിൽ പറയുന്നുണ്ട്. വിച്ച് ഇൻക്ലൂഡ്സ് നോട്ട് ഓൺലി ദ ചേഞ്ച് ഓഫ് ഫോർച്യൂൺ ബട്ട് ഓൾസോ റിവേഴ്സൽ. അത് ചേഞ്ച് ഓഫ് ഫോർച്യൂൺ മാത്രം കൊണ്ടല്ല, ഇറ്റ്സ് ഓൾസോ റിവേഴ്സൽ ഓഫ് റെക്കഗ്നിഷൻ. ഇവിടെ നമ്മുടെ പെരിപ്പറ്റിയും അതുപോലെ തന്നെ കഥ റെക്കഗ്നീഷനും അല്ലെങ്കിൽ അഗ്നോളജും ഉണ്ടായാൽ മാത്രം എന്ത് പറ്റുള്ളൂ, ഒരു പ്ലോട്ട് നല്ല പ്ലോട്ടാവുന്ന ആര് പറയുന്നത്, നമ്മൾ അരിസ്റ്റോട്ടിൽ പറയുന്നത്. ദെൻ യൂറിപ്പിഡസ് ആൻഡ് ദ ട്രൂ ട്രാജിക് പ്രഷർ. Aristotle defends Euripides against those who criticize him for writing plays that often end unhappily. ഇനി അടുത്തത് പറയുന്നത് യൂറിപ്പിഡസ് എന്ന് പറഞ്ഞ ട്രജഡിയെ കുറിച്ച് ആര് പറയുന്നത് അടുത്തത് നമ്മളെ അരിസ്റ്റോട്ടിൽ പറഞ്ഞത്. യൂറിപ്പിഡസ് കുറച്ച് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ദ പ്ലേസ് ആൻഡ് അൺഹാപ്പിലി, നമുക്കൊരു ഹാപ്പി തരുന്ന ഒരു പ്ലേസ് അല്ല യൂറിപ്പിഡസ് ചെയ്ത ഒറ്റ പ്ലേസും. He argues that Euripides' plots, though imperfect in some respects, are often more tragic because they adhere the principles of tragic structure. അരിസ്റ്റോട്ടിൽ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, അവരുടെ ഇംപെർഫെക്റ്റ് ആണെങ്കിലും they are often more tragic because they adhere to principles of tragic structure. ആ ട്രാജിക് സ്ട്രക്ചറിന് ഒരു സംഭവം ഫോളോ ചെയ്ത് പോയതുകൊണ്ട് we can say that is an example of tragedy, focusing on the true emotional impact rather than conforming to audience expectation for a happy ending. ഇയാൾ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് കാണുന്ന ഓഡിയൻസിൻ്റെ എക്സ്പെക്റ്റേഷൻ അല്ലെങ്കിൽ അവരുടെ ആ എക്സ്പെക്റ്റേഷൻ അനുസരിച്ച് ഒരു ഹാപ്പി എൻഡിങ് വരുത്താതെ ഹി ബിലീവ് ദാറ്റ് എ ട്രാജഡി ഷുഡ് ബി ഇവോക്ക് പിറ്റി ആൻഡ് ഫെയർ ഇൻ ദ ഓഡിയൻസ്. അതാണ് ഇയാൾ ഫോക്കസ് ചെയ്ത് യൂറിപ്പിഡസ്, rather than expectations of audience. അതുകൊണ്ട് he says that Euripides is a great tragedian. Then that's also chapter number 14. Then we are going to chapter number 15. ഇവിടെ പറയുന്നത് Aristotle continues to his discussion on construction of a perfect tragedy, emphasizing how fear and pity should be aroused both the structure of plot and emotional content of these actions rather than relying solely in spectacular means. അതായത് ഇപ്പോൾ പിറ്റി ആൻഡ് ഫിയർ എവിടെ നിന്ന് വരണം, ഇന്റർണൽ സ്ട്രക്ചർ ഓഫ് ദി പ്ലോട്ടിനാണ് എന്ത് ചെയ്യുന്നത്, പിറ്റി ആൻഡ് ഫിയർ വരണം. അല്ലാതെ വെറുതെ അങ്ങോട്ട് ഇവിടെ നിന്നൊരു കാര്യം ആര് പറയുന്നത്, നമ്മുടെ അരിസ്റ്റോട്ടിൽ പറയുന്നത്.
plot and emotional impact. Aristotle argues that pity and fear can be evoked more effectively through the inner structure of the plot. എപ്പോഴും വരേണ്ടത് പിറ്റി ആൻഡ് ഫിയർ വരേണ്ടത് ഇന്നർ സ്ട്രക്ചർ ഓഫ് ദി പ്ലോട്ടിനാണ് വരേണ്ടത് ഈ പിറ്റി ആൻഡ് ഫിയർ വരേണ്ടത്. ഓക്കെ, റാദർ ദാൻ ത്രൂ വിഷ്വൽ എഫക്ട്സ് ഓഫ് സ്പെക്ടക്കിൾ. അല്ലാണ്ട് നമ്മൾ വിഷ്വൽ എഫക്ട്സും സ്പെക്ടറും ഉപയോഗിച്ചിട്ടല്ല എന്ത് വേണ്ടത് പിറ്റി ആൻഡ് ഫിയർ വരേണ്ടത്. ഇറ്റ് വിൽ കം ഫ്രം ദി ഇന്നർ structure of the plot. A true tragic plot should resonate deeply with the audience, even if they only hear the story told, not relying on external sensation elements. This distinguishes a superior poet from one who depends extraneous aids to create emotional effects. ഇതിൽ പറയുന്നുണ്ട് superior poet എന്ത് ചെയ്യും from one who depends on extraneous aids, which means they what rely only the visual spectacle songs to evoke pity and fear. അവർ ചില പോയിറ്റ്സ് എന്ത് ചെയ്യും ദേ ഡിപ്പെൻഡ് എക്സ്ട്രാൻഷ്യസ് എയ്ഡ്സ് എന്താണ് ഹി ഓൾറെഡി സെഡ് ദാറ്റ് റാദർ ദാൻ ത്രൂ വിഷ്വൽ എഫക്ട്സ് ഓഫ് സ്പെക്ടാക്കിൾ. അതുകൊണ്ടല്ല നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഈ സാധനം ഉണ്ടാക്കേണ്ടത്. ഹൗ ക്യാൻ മേക്ക് പിറ്റി ആൻഡ് ഫിയർ വിത്ത് ദ ഇന്നർ സ്ട്രക്ചർ ഓഫ് പ്ലോട്ട്. ആ പ്ലോട്ടിൻ്റെ ഇന്നർ സ്ട്രക്ചർ കൊണ്ട് നമ്മൾ എന്തുണ്ടാക്കണം, നമ്മൾ പിറ്റി ആൻഡ് ഫിയർ ഉണ്ടാക്കുന്നത്. അല്ലാണ്ട് നമ്മൾ ഈ വിഷ്വൽ എഫക്ട്സുകൾ വെച്ചുകൊണ്ടോ ആ സ്പെക്ടർ വെച്ചുകൊണ്ടോ അല്ല ഉണ്ടാക്കുന്നത്. അത് പറഞ്ഞ അരിസ്റ്റോട്ടിൽ പറഞ്ഞത്. ദെൻ ഫോർ എക്സാമ്പിൾ സ്റ്റോറി ഓഫ് ഈഡിപ്പസ് ഇൻ വിച്ച് ട്രാജഡി അൺഫോൾഡ്സ്. പിന്നെ പറയേണ്ട ആവശ്യമില്ല, ഇത് പറഞ്ഞ സാധനമല്ലേ. Then the tragic elements. Also he says the pity and fear കുറിച്ച് വീണ്ടും പറയുന്നത് pleasure proper to tragedy. The focus of tragedy is not elicit any and every kind of pleasure, but only the pleasure proper to tragedy. വേറെ ഒരു പ്ലഷർ ഉണ്ടാക്കാനല്ല, പ്ലഷർ ഒരു ട്രാജഡിക്ക് പ്രോപ്പറായ പ്ലഷർ ഉണ്ടാക്കുന്നത് എന്ത് ട്രാജഡിയുടെ ലക്ഷ്യം എന്ന് പറയുന്നുണ്ട് ആര് അരിസ്റ്റോട്ടിൽ. which come evoked from pity and fear. This incident says that tragedy must be those that engage the moral sense and bring about these emotions through limitation of real human experience. It will be arousing from the imitation of through real experience. The nature of tragic incidents. Tragic incidents are those that happen between people with close relationships. അടുത്ത് പറയുന്നത് വെച്ചാൽ such as friends, family members or loved ones. ഈ ട്രാജഡി വരേണ്ടപ്പോഴാണ് എപ്പോഴും നമ്മൾ എത്രയും റിലേഷൻഷിപ്പ് നമ്മൾ അത്രയും ക്ലോസ് ആയ മനുഷ്യന്മാരായിട്ടാണ് നമുക്ക് ട്രാജഡി വരേണ്ടത്. Tragic incidents are those that happen between people with close റിലേഷൻഷിപ്സ്. അല്ലേ, നമുക്ക് എപ്പോഴും ക്ലോസ് ആയിട്ടുള്ള ആളുകൾ വരേണ്ടത് എന്ത് നമ്മൾ ട്രാജിക് ഇവൻറ്റ്സ് നമ്മൾ സ്ട്രക്ചർ ചെയ്യേണ്ടത്. ദിസ് റിലേഷൻഷിപ്പ് എൻഹാൻസ് ഇമോഷണൽ വെയിറ്റ് ഓഫ് ദി ആക്ഷൻ, മേക്കിംഗ് ഇറ്റ് ബോത്ത് ടെറിബിൾ ആൻഡ് പിറ്റിഫുൾ. അതെന്ത് ചെയ്യും കുറച്ചും കൂടി എന്ത് ചെയ്യും പിറ്റി ആൻഡ് ഫിയർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഉപകരിക്കുന്ന ആര് പറഞ്ഞത് നമ്മൾ അരിസ്റ്റോട്ടിൽ പറഞ്ഞത്. ഇഫ് എൻ എനിമി ലൈക്സ് kills an enemy, it might be a tragic, a broad sense, but it is done to evoke the deep emotional impact of family tragedy, such as brother killing a brother or mother killing her child. ഇത് പറയുന്നത് വെച്ചാൽ ഒരു എനിമി മറ്റൊരു എനിമിയെ കൊല്ലുന്നത് ഇറ്റ് ഇസ് യൂഷ്വലാണത്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഇമോഷൻസ് ഒന്നും ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ബട്ട് വെൻ കംസ് ടു എ ഫാമിലി ട്രാജഡി, ബ്രദർ കില്ലിങ് എ ബ്രദർ, ഒരു അച്ഛൻ ഒരു ബ്രദർ തൻ്റെ മറ്റൊരു ബ്രദറിനെ കൊല്ലുന്നു. എ മദർ കില്ലിങ് ഹർ ചൈൽഡ്, ഒരു മദർ എന്ത് ചെയ്യുന്നു തൻ്റെ കുട്ടിയെ കൊല്ലുന്നു. These intimate actions create a profound sense of humor and sorrow central to the logical experience. ഇത് പറയുന്നത് വെച്ചാൽ കുറച്ചും കൂടി നല്ല ഫാമിലി ട്രാജഡീസും കുറച്ചും കൂടി നല്ല. He says that family tragedies are more better than other tragedies. കാരണം because it create a people with close relationships like friends, family members and loved ones. നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകളെ ആ രീതിയിൽ ട്രാജിക് ഇവൻസിലേക്ക് കൊണ്ടുവരുമ്പോൾ കുറച്ചും കൂടി ഒരു പിറ്റി ആൻഡ് ഫിയർ ഇവോക്ക് ചെയ്യാൻ നല്ലതെന്ന് ആര് പറയുന്നത് നമ്മുടെ അരിസ്റ്റോട്ടിൽ പറയുന്നത്. ഓക്കെ, the handling of traditional material. While the poet may work with the traditional stories such as the myths of Oresteia, Clytemnestra or Aristotle, Aristotle advocates for skillful handling of these legends. നമ്മൾ ഇങ്ങനെയുള്ള ആളുകളൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടല്ലോ. ഇതൊക്കെ ഓരോ ഗ്രീക്ക് മിത്സ് ആണ്, ഗ്രീക്ക് ഹീറോസ് ഉണ്ടോ, ഗ്രീക്ക് ഹീറോസ് ഓർ ഗ്രീക്ക് മിത്തോളജി എന്ന സംഭവങ്ങൾ ക്യാരക്ടേഴ്സ് ആണ് ഒറസ്റ്റസും അതുപോലെ ക്ലൈറ്റമെസ്ട്രയും അതുപോലെ തന്നെ ഹെറിഫൈലും. allowing the poet to add their own creative invention to enhance his tragedy. ഇവരൊക്കെ ഉപയോഗിക്കുന്ന സമയം എന്ത് ചെയ്യണം, അത് പോയിട്ട് എന്ത് ചെയ്യണം കുറച്ചും കൂടി ക്രിയേറ്റീവായിട്ടാണ് ഇവർ ഉപയോഗിക്കേണ്ടത്. ദ പോയിറ്റ് ഷുഡ് നോട്ട് സിംപ്ലി ഫോളോ ദ എസ്റ്റാബ്ലിഷ് നരേറ്റീവ്. ഇവരെ കുറിച്ചുള്ള കുറച്ച് സ്റ്റോറീസ് ഇവരെ കുറിച്ച് ഓൾറെഡി ഉണ്ടാവും. ബട്ട് ദ പോയിറ്റ് ഷുഡ് നോട്ട് ഫോളോ ദ സെയിം നരേറ്റീവ് ദാറ്റ് ഓൾറെഡി ടോൾഡ് ബൈ അതേഴ്സ്. ഹി വാണ്ടഡ് ടു but should find a ways in reinvent and reshape these events in ways that enhance the emotional impact. മറ്റുള്ളവർ പറയുന്നതിനേക്കാളും കുറച്ചുകൂടി നല്ലത് നമ്മളെ രീതിയിൽ കുറച്ച് സംഭവങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ട് ഒന്നും കൂടി ഉഷാറാക്കുന്നത് നല്ലതാണ് പറയുന്നത് അരിസ്റ്റോട്ടിൽ പറയുന്നത്. ഈ മൂന്ന് നമ്മുടെ ഗ്രീക്ക് മിത്സ് അല്ലെങ്കിൽ ഗ്രീക്ക് ഹീറോസിനെ പറ്റി പറയുന്നുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ആ 3 പേര് ഓർത്ത് വെക്കണം, ഒറസ്റ്റസും ക്ലൈറ്റമെസ്ട്ര ആൻഡ് എറിഫൈൽ. ദെൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ട്രാജിക് ഡീഡ്സ് പറയുന്നുണ്ട് കേട്ടോ. Deed once consciously, deed done consciously. Different type of tragedy deeds പറയുന്നുണ്ട് കേട്ടോ. Aristotle outlines 4 possible ways in which tragic deeds can be structured.
എങ്ങനെയായിരിക്കും ട്രാജിക് ഡീഡ്സുകൾ സ്ട്രക്ചർ ചെയ്യുന്നത്? ഹൗ ദ ട്രാജിക് ഇവൻറ്റ്സ് ബി സ്ട്രക്ചേർഡ്? ഡീഡ് ഡൺ കോൺഷ്യസ്ലി വിത്ത് നോളജ് ഓഫ് ദി പീപ്പിൾ ഇൻവോൾവ്ഡ്. This is common in the work of older poets. For instance, Euripides' Medea, where the character knowingly commits a horrific act of killing her children. അല്ലേ? നമുക്കറിയാം, നമ്മൾ അറിഞ്ഞുകൊണ്ട് കാര്യം ചെയ്യുമല്ലോ. ഡീഡ് ഡൺ കോൺഷ്യസ്ലി. നമുക്കറിയാം ആ കാര്യം ചെയ്യുന്നത് തെറ്റാൻ നമുക്കറിയാം, ബട്ട് വി ഹാവ് ഡൺ ദാറ്റ്. സോ ദാറ്റ്സ് ദ മീനിങ് ഓഫ് ഡീഡ് ഡൺ കോൺഷ്യസ്ലി. ഇൻ യൂറിപ്പിഡസ് മെഡിയ, where the character knowingly commits a horrific act of killing her children. മെഡിയ എന്ന് പറഞ്ഞ ഒരു ട്രാജഡിയിൽ തൻ്റെ മകളെ, തൻ്റെ കുട്ടിയെ അറിഞ്ഞുകൊണ്ടാണ് എന്ത് മെഡിയ കൊല്ലുന്നത്. Okay, deed done in ignorance with later discovery. An example of the Sophocles story Oedipus, where Oedipus kills his father and marries his mother, unaware of their identities. അല്ലേ? നമുക്ക് ആദ്യം ചെയ്യുന്ന നമ്മൾ ഈ സംഭവം ചെയ്യുമ്പോൾ നമുക്ക് അറിയില്ല നമ്മൾ ഈ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണുള്ളത്. An example of this deed is Sophocles Oedipus, where Oedipus kills his father and marries his mother, unaware of their identities. അവർ ഐഡൻറ്റിറ്റി അറിയാതെ വരുന്ന എന്ത് ഈ എഡിപ്പസ് ഈ സംഭവം ചെയ്യുന്നത്. The recognition after the act is what creates the shocking and tragic effect. പക്ഷേ അത് അറിയുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ട്രാജഡിയും അല്ലെങ്കിൽ ഷോക്കിംഗ് ഇവൻസും എന്ത് ചെയ്യും? ഇറ്റ് ക്രിയേറ്റ്സ് പിറ്റി ആൻഡ് ഫിയർ എമംഗ് ദി ഓഡിയൻസ്. അപ്പോൾ ഫസ്റ്റ് വൺ ഡീഡ് ഡൺ കോൺഷ്യസ്ലി, സെക്കൻഡ് വൺ ഡീഡ് ഡൺ ഇൻ ഇഗ്നോറൻസ്. നമ്മൾ അറിയാതെ ചെയ്യുന്നതാണ് എന്ത്? വിച്ച് ലേറ്റർ ഡിസ്കവറി. പക്ഷേ നമ്മൾ എന്ത് ചെയ്യും? കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യുക? നമ്മൾ ഡിസ്കവറി ലേറ്റർ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ട്രാജഡി കുറച്ച് കഴിയുന്ന സമയത്ത് നമ്മൾ ചെയ്യും? നമ്മളത് ഐഡൻറ്റിഫൈ ചെയ്യും അറ്റ് സെയിം ടൈം. Then deed about to be done consciously but then not acted upon. അടുത്തെന്താണ്? ഈ സംഭവം ചെയ്തത് ഇയാളിനൊക്കെ നന്നായിട്ട് അറിയാം, പക്ഷേ ഇയാൾ അറിഞ്ഞതായിട്ട് ഭാവിക്കില്ല. ദിസ് ഇസ് കൺസിഡേർഡ് ദ ലീസ്റ്റ് എഫക്റ്റീവ്. ഇമ്പോർട്ടൻ്റ് ഓർത്ത് വെക്കണേ. ലീസ്റ്റ് എഫക്റ്റീവ് ഏതാണ്? ഡീഡ് about to be done consciously but then not acted upon. അതായത് നമ്മൾ സംഭവം അറിഞ്ഞുകൊണ്ട് ചെയ്യും, പക്ഷെ നമ്മൾ അത് അറിഞ്ഞില്ലെന്ന് ഭാവിക്കും. As it may be shocking but lacks of tragic consequences. A rare example is Antigone, where Haman threatens to kill Creon but the act is never carried out. അല്ലെങ്കിൽ ഇങ്ങനെയും പറയാം, നമ്മൾ കോൺഷ്യസ് ആയിട്ട് നമ്മൾ ഒരു കാര്യം പറയും, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? അത് ചെയ്യൂല. A rare example of is Antigone whose work Euripides' work അല്ലേ. Antigone, when Haman threatens to kill Creon. ഹേമൻ എന്ന് പറഞ്ഞ ആൾ ക്രയോണെ കൊല്ലാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ത്രട്ടൺ ചെയ്യുന്നുണ്ട്, അവൾ പേടിപ്പിക്കുന്നുണ്ട്, ആളെ വെല്ലുവിളിക്കുന്നുണ്ട്. ബട്ട് ദ ആക്ട് ഈസ് നെവർ ക്യാരിഡ് ഔട്ട്, റിസൾട്ടിങ് എ ലോസ് ഓഫ് ട്രാജിക് പൊട്ടൻഷ്യൽ. പക്ഷേ ആ സംഭവം നടക്കുന്നില്ല. കാര്യത്തിൽ ഒരു കാര്യം ചെയ്യുന്ന പറഞ്ഞാൽ ചെയ്യണം, ദാറ്റ്സ് ട്രാജഡി. അതർവൈസ് ഇറ്റ്സ് നോട്ട് എ ട്രാജിക് പ്ലോട്ട്. Deed about to be done in ignorance, but the discovery is made just in time to prevent it. This is considered the best form of tragedy. Best form of tragedy is deed about to be done in ignorance, but discovery is made but just in time to prevent it. This is considered the best form of comedy for tragedy. The emotional impact is heightened because the audience feels the tension and horror of the act almost taking place, followed the relief of discovery. Examples include Merope sparing her son in the Crespondus or Iphigenia recognizing her brother before killing him. Merope എന്തുണ്ട്? തൻ്റെ മകനെ കൊടുക്കുകയാണ് ആർക്ക്? ഇൻ ദ ക്രിസ്റ്റോഫനസ് ഓർ ഇഫിജിനിയ recognizing her brother before killing him. Then importance of family tragedies. We already discussed the importance of family tragedies in the last slide അല്ലേ. ഓൾറെഡി പറഞ്ഞ സാധനമാണ് ഇമ്പോർട്ടൻസ് ഓഫ് ഫാമിലി ട്രാജഡീസ്. മുന്നേ പറഞ്ഞു പോയ സാധനമാണ്. Because these kinds of incidents are so emotionally impactful, Aristotle concludes that the most effective tragedies often come from families whose histories are filled with tragic moving incidents. It is not an artistic design that leads poets to focus on these stories, but rather an historical material itself, which naturally contains the elements of pity and fear that are central to the tragic form. ഇപ്പോൾ പറഞ്ഞതിൽ കുറച്ചുകൂടി നല്ലതാണ് ഫാമിലി ട്രാജഡീസ് എന്ന് പറയുന്നത് നമ്മുടെ അരിസ്റ്റോട്ടിൽ പറഞ്ഞിട്ടാണ് ഈ 15ാമത്തെ ഈ 15th ചാപ്റ്റർ എൻഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ചാപ്റ്റർ നമ്പർ 10 to 15 വരുന്ന കുറച്ച് ഇമ്പോർട്ടൻ്റ് അല്ല ഓൾമോസ്റ്റ് എല്ലാ പോയിൻറ്സും ഇത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ക്ലാസ് ഒന്ന് കാണാം, നൈറ്റിലുള്ള ഡിസ്കഷനിൽ പങ്കെടുക്കാം.